ഇതാ ഞങ്ങൾ കേവിലേക്ക് ഗുഹയിലേക്കുള്ള യാത്രയിലാണ്. തലേദിവസം ഞാൻ കേബിൾ കാറിൽ പോയി കാര്യം പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ചും കൂടി ദൂരമേ ഉള്ളൂ കേട്ടോ ഈ കേവിലേക്ക് പോകാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പൊക്കാറയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ സ്ഥലം. ഈ കേവിലേക്ക് ഗുഹയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറേ കടകളും വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഒരു അമ്പലം അവിടെയുണ്ട്. അവിടേക്ക് വരുന്ന കുറേ ആൾക്കാരുണ്ട്, അല്ലാതെ ടൂറിസ്റ്റായിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് നമുക്ക് അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ പോകും. ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ ഒത്തിരി അണ്ടർഗ്രൗണ്ടിലായിട്ടാണുള്ളത്. നമ്മളിപ്പോൾ ഈ മുകളിൽ കാണുന്നതൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ 200 ഞാൻ എണ്ണിയത്, പക്ഷേ അതിലധികമായിട്ടും സ്റ്റെപ്പുകൾ താഴേക്കുണ്ട് കേട്ടോ. കുറേ സ്റ്റെപ്പുകളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിരപ്പായ ഗുഹയുടെ അകത്തേക്ക് ചെല്ലുമ്പോൾ നിരപ്പായ സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഇതിൽ താഴേക്ക് ഇറങ്ങി കേവിൻ്റെ വളരെ മനോഹരമായൊരു അടിയിലേക്ക് ഞങ്ങൾ പോയി സ്ഥലം തന്നെയാണ് കേട്ടോ. നമുക്ക് ആ പൈസ കൊടുത്ത് കണ്ടത് ഒരു ഭാഗത്തേക്കുള്ള ആൾക്കാർ ടിക്കറ്റ് എടുത്തതിനൊരു നഷ്ടം. താഴത്തെ എല്ലാം വളരെ കൊത്തുപണികളോട് കൂടിയാണ് ആകമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. പോകുന്ന പണികളെല്ലാം തിരക്കുണ്ടെങ്കിലും ആർക്കൊരു ശല്യമില്ല. വളരെ സൈലൻ്റാണ്. അകത്തേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് അതിലൂടെയുള്ള യാത്ര വളരെ സുഖമായിരുന്നു കേട്ടോ. അതിന് ഞങ്ങൾ നടന്ന് നിരപ്പായ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ആ നിരപ്പായ സ്ഥലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഗുഹ വളരെ ചെറുതായിരുന്നു. അപ്പോൾ കുനിഞ്ഞ് വേണം നമുക്ക് ഒരാൾക്ക് കിടക്കാവുന്ന ഒരു ഇടയുള്ളൂ. അതിൽ കൂടെ കുനിഞ്ഞ് വേണം കടന്നു പോകാനായിട്ട് കേട്ടോ. അങ്ങനെ കടന്നു പിന്നെ നമ്മൾ താഴേക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങി എത്തി. അപ്പം താഴേക്കുള്ള ആ വെള്ളച്ചാട്ടം ഞാൻ പറഞ്ഞു വേറൊരു സ്ഥലത്തു നിന്നാണ്, ദൂരെ നിന്നാണ് വാട്ടർഫോൾസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഗുഹയിലേക്ക് വെള്ളം ഒലിച്ചിറങ്ങുന്നത്. അത് നീളത്തിൽ ഒരു പിളർന്ന 2 പാറകളുടെ ഇടയിലൂടെയാണ് ആ വെള്ളം വരുന്നത് കേട്ടോ. അത് കാണുന്നത് ഇവിടെ അത് വന്ന് വീഴുന്ന സ്ഥലമാണ് ഈ താഴെ. നല്ല തണുപ്പായിരുന്നു കേട്ടോ. വെള്ളം ഇപ്പോൾ ഞങ്ങളുടെ മേത്തേക്കൊക്കെ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ നിന്ന് വീഴുന്ന മുകളിൽ നിന്ന് പാറകളിൽ നിന്നെല്ലാം വെള്ളം ഇങ്ങനെ ഉറ്റിട്ടായി നമ്മൾ നടക്കുമ്പോഴും അതിൻ്റെ അകത്ത് മൊത്തം വീഴുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഐസ് കട്ട പോലത്തെ തണുത്ത വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ വെള്ളം വീണ് ഈ കല്ലുകളെല്ലാം വളരെ മനോഹരമായിട്ടാണ് ഇരിക്കുന്നത്. എത്ര ഭംഗിയായിട്ടായിരിക്കണം നോക്കിയാൽ കല്ലുകൾ ആരോ കൊത്തുപണി ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ്. ഞാൻ ശരിക്കും കുറേ നേരം ഇതിങ്ങനെ തൊട്ടുകൊണ്ട് നിൽക്കുവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് മിനുസമാണ് കേട്ടോ. നോക്കി ഓരോന്നിനും കളറുകൾ ബ്ലൂ കളറുണ്ട്, വൈറ്റ് ഉണ്ട്, ഗോൾഡൻ കളറുണ്ട്, പിന്നെ ആഷ് കളറുണ്ട്, ബ്ലാക്ക് കളറുണ്ട്. അങ്ങനെ എത്ര ഡിസൈനുകളിലാണെന്നറിയാമോ. പ്രകൃതിയുടെ ഒരു ഇത് എന്താണല്ലേ. ശരിക്കും പറഞ്ഞൊരു കലാബോധമുള്ളവർക്ക് അത് കണ്ടു നിൽക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഗുഹയാണ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.